ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഓൺലൈനായിട്ട് ജനറൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഇതിനായി ഉപയോഗിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ UTS എന്ന ആപ്പാണ്. ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ അതുപോലെ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഈ ആപ്പ് ഓപ്പൺ ചെയ്താൽ ഇവിടെ നിരവധി ഓപ്ഷനുകൾ കാണാൻ കഴിയും. ഇതിൽ തന്നെ ജേർണി ടിക്കറ്റ്, പ്ലാറ്റ്ഫോം ടിക്കറ്റ്, സീസൺ ടിക്കറ്റ് എന്നിവ കാണാൻ കഴിയും. ആദ്യമായിട്ടാണ് ഈ ആപ്പ് ഉപയോഗിക്കുന്നതെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനായി നമ്മൾ മുകളിൽ കാണുന്ന ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്കാണ് നമ്മൾ എത്തിയത്. ഇനി നമുക്ക് ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാം. അതിനായി രജിസ്റ്റർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു പേജിലേക്കാണ് ഇവിടെ എൻ്റർ ആയിട്ടുള്ളത്. ഇവിടെ നമ്മൾ മൊബൈൽ നമ്പറാണ് ഫസ്റ്റായി എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ നെയിമാണ് എൻ്റർ ചെയ്യാനുള്ളത്. അടുത്തതായി ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. അത് താഴെ കൺഫേം ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് ജെൻഡറാണ്, മെയിലാണോ അതോ ഫീമെയിൽ ആണോ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഇത്രയും എൻ്റർ ചെയ്ത ശേഷം രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. അത് എൻ്റർ ചെയ്താൽ രജിസ്ട്രേഷൻ പൂർത്തിയായി. ഇനി നമുക്ക് ലോഗിൻ ചെയ്യാം. ഇവിടെ മൊബൈൽ നമ്പർ ഓൾറെഡി വന്നിട്ടുണ്ട്. നമ്മളിവിടെ എൻ്റർ ചെയ്യാനുള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡാണ്. അത് എൻ്റർ ചെയ്ത ശേഷം ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവുകയാണ്. അതിനെ നമ്മൾ നോർമൽ ബുക്കിംഗ് എന്ന ഓപ്ഷൻ്റെ താഴെ ബുക്ക് ആൻഡ് ട്രാവൽ പേപ്പർലെസ് ടിക്ക് ചെയ്യുക. ഇവിടെ ഒരു മെസ്സേജ് കാണാൻ കഴിയും. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ടൈമിൽ റെയിൽവേ സ്റ്റേഷന് പുറത്തായിരിക്കണം. അതുപോലെ നമ്മളുടെ ഫോണിലെ GPS ഓൺ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഈ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല. ഇനി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഞാൻ കോഴിക്കോട് നിന്ന് കണ്ണൂരേക്കാണ് ഒരു ടിക്കറ്റ് എടുക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഫ്രമിൽ കോഴിക്കോട് എൻ്റർ ചെയ്യുക. അതുപോലെ ടൂവിൽ കണ്ണൂരിൽ നിന്ന് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഗെറ്റ് ഫെയറിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മറ്റൊരു പേജിലേക്കാണ് എൻ്റർ ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് നിരവധി ഓപ്ഷൻ കാണാം. ടിക്കറ്റ് ടൈപ്പ്, ട്രെയിൻ ടൈപ്പ്, അങ്ങനെ നിരവധി ഓപ്ഷൻ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു സമയം 4 പേർക്ക് വരെ ടിക്കറ്റ് എടുക്കാൻ കഴിയും. അടുത്തായി നമ്മൾ പേയ്മെൻറ്റ് മോഡാണ് സെലക്ട് ചെയ്യാനുള്ളത്. ഇവിടെ UPI, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എന്നൊരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ബുക്ക് ടിക്കറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തായി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ UPI, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് നിരവധി ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഗൂഗിൾ പേ ഉപയോഗിച്ചാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അത് UPI എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ പേ സെലക്ട് ചെയ്യുക. അതിനുശേഷം പേ ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് പ്രൊസീജിയർ കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ലഭിക്കുന്നതാണ്. നമ്മൾ എടുത്ത ടിക്കറ്റ് ഷോർട്ട് ടിക്കറ്റ് എന്ന ഓപ്ഷനിലും കാണാൻ കഴിയും. ഒരു പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആപ്പിലൂടെ ബുക്ക് ചെയ്ത ടിക്കറ്റിൻ്റെ സ്ക്രീൻഷോട്ടോ അതുപോലെ സ്ക്രീൻ റെക്കോർഡോ എടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ ടിക്കറ്റ് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനും കഴിയില്ല. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി.